നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കിലിൻ എംബാപ്പെ ഗോളടി തുടരുകയാണ്. ഫ്രാൻസിന് വേണ്ടി 51ാമത്തെ ഗോളാണ് അടിച്ചിരിക്കുന്നത്. അതോടുകൂടി സാക്ഷാൽ തിയറി എൻറിക്കൊപ്പം അദ്ദേഹം ഫ്രാൻസിന് വേണ്ടി ഗോളടിച്ചവരുടെ ലിസ്റ്റിൽ 2ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് ഫ്രാൻസ് യുക്രൈനെ പരാജയപ്പെടുത്തിയത്. ഫ്രാൻസിന് വേണ്ടി എംബാപ്പയെ കൂടാതെ ഒലീസെ ഗോളടിച്ചു. ഒലീസയും എംബാപ്പയും ഒക്കെ ഈ സീസണിൽ മിന്നും ഫോം തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിലിൻ എംബാപ്പെ, ബർക്കോള, ഒലീസെ, ഡെസിയർ ഡു എന്നിവരെയൊക്കെ ഒരുമിച്ച് മുന്നേറ്റ നിരയിൽ അണിനിർത്തിക്കൊണ്ടാണ് ഫ്രഞ്ച് കോച്ച് തൻ്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടതെങ്കിൽ മറുഭാഗത്ത് ഡൗബിക്കിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് യുക്രൈൻ കളിക്കാനിറങ്ങിയത്. കളിയുടെ 10ാമത്തെ മിനിറ്റിൽ തന്നെ ഒലീസയിലൂടെ ഫ്രാൻസ് ലീഡെടുത്തു. 82ാമത്തെ മിനിറ്റിലാണ് കിലിൻ എംബാപ്പയുടെ ഗോൾ പിറക്കുന്നത്. ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയത്തോടെ മികച്ച തുടക്കം അവരിട്ടിരിക്കുന്നു. അതേസമയം മറ്റൊരു മത്സരത്തിൽ ഇറ്റലി എസ്റ്റോണിയയ്ക്കെതിരെ ആദ്യ ഹാഫിൽ ഗോളൊന്നും അടിച്ചില്ല. എന്നാൽ പിന്നീട് ഗട്ടൂസോ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ അവർക്ക് വലിയ രൂപത്തിലുള്ളൊരു ചേഞ്ച് കൊണ്ടുവന്നു. ഏകപക്ഷീയമായ 5 ഗോളുകളുടെ വിജയം അവർ നേടുകയും ചെയ്തു. ഇതിലെടുത്ത് പറയേണ്ട പ്രകടനം റെറ്റഗി ഇരട്ട ഗോളുകളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. പിന്നെ കീനും അതുപോലെ തന്നെ റാസ്പഡോറിയും ബസ്റ്റോണിയും ഓരോ ഗോളുകളും കണ്ടെത്തി എസ്റ്റോണിയയെ അവർ തകർത്ത് തരിപ്പണമാക്കി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.